ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട SIT ഇന്ന് കോടതിയെ സമീപിക്കും. കൊല്ലം വിജിലൻസ് കോടതിയെയാണ് SIT സമീപിക്കുക. കേസിലെ FIR-ഉം അനുബന്ധ രേഖകളും വേണമെന്നതാണ് ആവശ്യം. അതിനിടെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ N. വാസുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കേസിലെ പ്രതികളായ മുൻ തിരുവാഭരണ കമ്മീഷണർ S. ശ്രീകുമാറിന്റെയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്നലെ തള്ളിയിരുന്നു. ഇരുവരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നതാണ് SIT ചൂണ്ടിക്കാട്ടിയത്. അന്വേഷണ സംഘത്തിന്റെ വാദം കണക്കിലെടുത്താണ് കോടതി ഹർജി തള്ളിയത്. കേസിലെ 6ാം പ്രതിയാണ് S. ശ്രീകുമാർ. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട മഹസറിൽ ഒപ്പുവച്ചത് ശ്രീകുമാറാണ്. സ്വർണ്ണപ്പാളികൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററിൽ തിരുത്തിയത് ജയശ്രീ എന്നതാണ് കുറ്റം. കേസിൽ ജയശ്രീ 4ാം പ്രതിയാണ്. ആരോഗ്യം മോശമാണെന്ന് ജയശ്രീയുടെ വാദവും കോടതി തള്ളി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. SIT ഇന്ന് കോടതിയെ സമീപിക്കും. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയാണ് SIT സമീപിക്കുക. കേസിലെ FIR-ഉം അനുബന്ധ രേഖകളും വേണമെന്ന് തന്നെയാണ് ആവശ്യം. അതിനിടെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ N. വാസുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കേസിലെ പ്രതിയായ മുൻ തിരുവാഭരണ കമ്മീഷണർ S. ശ്രീകുമാറിന്റെയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. ഇരുവരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറഞ്ഞത്. എന്തായാലും അന്വേഷണത്തെ ഇത് ബാധിക്കും. അവരുടെ ജാമ്യം ഹർജി പരിഗണിക്കപ്പെട്ടാൽ എന്തായാലും ഇത് തുടരുള്ള അന്വേഷണത്തെ ബാധിക്കുമെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അന്വേഷണ സംഘത്തിന്റെ വാദം കണക്കിലെടുത്ത് തന്നെയാണ് കോടതിയുടെ ഒരു ഹർജി തള്ളൽ എന്നത് മനസ്സിലാക്കിയിരിക്കുന്നു. കേസിലെ 6ാം പ്രതിയാണ് S. ശ്രീകുമാർ. അതോടൊപ്പം തന്നെ ഈ കേസിലെ 4ാം പ്രതിയാണ് ഈ ജയശ്രീയുടെ ആരോഗ്യനില മോശമാണ് എന്ന് ജയശ്രീ ഇന്നലെ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ജയശ്രീയുടെ ഈ വാദവും കോടതി കണക്കിലെടുത്തിട്ടില്ല.